രുദ്രനാകെ വല്ലാതെയായി പോയിരുന്നു. അച്ഛൻ്റെ ഭാഗത്തു നിന്നും ഇത്രയും സപ്പോർട്ട് അവൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും കിട്ടുമെന്ന് കരുതിയിരുന്നില്ല. അവൻ്റെ കണ്ണുകൾ നിറയുന്നതിനേക്കാൾ വേഗത്തിൽ ആ മനസ്സ് നിറഞ്ഞുപോയി. പെട്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും പിന്നെയും അതിനെ ചൊല്ലി അവനെ അഭിമുഖീകരിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മഹാദേവൻ വേഗം മുറിയിലേക്ക് പോയിരുന്നു. രുദ്രൻ മെല്ലെ അങ്ങോട്ടേക്ക് നടന്നു. ഗായത്രി ദേവി കിടക്ക കുടഞ്ഞു വിരിച്ചുകൊണ്ടിരിക്കെ അവനകത്തേക്ക് കയറി. മഹാദേവൻ വല്ലാത്തൊരു ഭാവത്തിൽ മുഖം താഴ്ത്തി അവിടുള്ള ദിവാൻ കോട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. രുദ്രൻ ചെന്ന് അദ്ദേഹത്തിൻ്റെ കാൽ കീഴിൽ മുട്ടുകുത്തിയിരുന്നു. ഗായത്രി ദേവി അമ്പരന്നുകൊണ്ട് അവനെ നോക്കുന്നുണ്ടായിരുന്നു. മഹാദേവനും പെട്ടെന്ന് വല്ലാതെയായി. സോറി അച്ഛ, ഞാൻ അച്ഛനോട് ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്, എല്ലാത്തിനും സോറി. അവൻ മഹാദേവൻ്റെ കാൽമുട്ടിൽ തലവെച്ച് പറഞ്ഞപ്പോൾ മഹാദേവൻ്റെ നെഞ്ചിടറിപ്പോയി. മകനെ മനസ്സിലാക്കാൻ വൈകിയതിന് അവൻ കരയുകയായിരുന്നെന്ന് കണ്ട് അദ്ദേഹം രുദ്രനെ പരിഭ്രമത്തിൽ പിടിച്ചെഴുന്നേൽപ്പിച്ച് നിർത്തിയതും രുദ്രൻ പൊടുന്നനെ മഹാദേവൻ്റെ ചുമലിലേക്ക് വീണ് അദ്ദേഹത്തെ ഇറുക്കെ പിടിച്ചു. അവർ ഇരുവരും നിശബ്ദം കരയുകയായിരുന്നു. ഇതെല്ലാം കണ്ടേറെ സന്തോഷത്തോടെ ഗായത്രി ദേവി മഹാദേവൻ മൂലം രുദ്രന് വന്ന പടം റിലീസിന് ഒരുങ്ങുകയാണ്. അതേപോലെ തന്നെ മഹാദേവൻ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ മിഡിൽ ഈസ്റ്റ് മുഴുവൻ പുതിയ ഫാക്ടറിയുടെ കുറേയേറെ ബ്രാഞ്ചുകൾ സ്ഥാപിച്ച് മുന്നേറിക്കൊണ്ടിരുന്നു. എത്ര വേഗമാണ് 2 വർഷങ്ങൾ കടന്നു പോയതെന്ന് നിദ്രയോട് ചോദിച്ച അവൾ കൈമലർത്തും. കാരണം അവൾക്ക് അത്ര എളുപ്പത്തിലല്ല ആ വർഷങ്ങൾ പോയിട്ടുള്ളത്. ഓരോ ദിവസവും അവൾക്ക് ഓരോ ആഴ്ചകൾ പോലെയായിരുന്നു. ഓരോ ആഴ്ചകളും ഓരോ മാസങ്ങൾ പോലെയും ഓരോ മാസങ്ങൾ വർഷങ്ങൾ പോലെയും അനുഭവപ്പെട്ടു. 2 വർഷത്തെ പഠനം അവസാനിച്ചതും അവൾക്ക് സമാധാനമായിരുന്നു. അതിനിടയ്ക്ക് വെച്ച് തന്നെ അവൾക്കൊരു കമ്പനിയിൽ ജോലി കിട്ടി. ആദ്യം ട്രെയിനിയായി കയറിയ നിദ്ര വളരെ പെട്ടെന്നാണ് സീനിയർ ഡെവലപ്മെൻറ്റ് പോസ്റ്റിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ടത്. അവിടെ നിന്നും ടീം ലീഡറും മറ്റുമായി പിന്നെയും പ്രൊമോഷനുകൾ. ഞൊടിയിടയിൽ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന എംപ്ലോയിയായി നിദ്ര മാറിക്കഴിഞ്ഞു. നാട്ടിലേതുപോലെയല്ല, ചെയ്യുന്ന ജോലിക്കനുസരിച്ചുള്ള ശമ്പളവും അവധികളുമെല്ലാം ഉണ്ട്. മനസ്സമാധാനവുമുണ്ട്. ജോലിയിൽ നന്നായി ശ്രദ്ധ കൊടുത്ത പ്രമോഷനുകൾക്കും തടസ്സമില്ല. എല്ലാം കൊണ്ടും നിദ്രയുടെ ജീവിതം അപ്പാടെ മാറി മറിഞ്ഞ വർഷങ്ങൾ. എന്നിട്ടും ഒരു മാറ്റവുമില്ലാതെ അവളുടെ മനസ്സ് രുദ്രൻ്റെ പിന്നാലെ പാഞ്ഞുകൊണ്ടിരുന്നു. ഇടയ്ക്കെല്ലാം അമ്മ വഴിയാണ് ആ മുഖം കാണുന്നത്. അവരുടെ അടുത്ത് തന്നെ അവനുണ്ടല്ലോ എന്നൊരാശ്വാസം അവൾക്കുണ്ടാകും. അപ്പോൾ അവൾക്കിനി നാട്ടിലേക്ക് പോകാൻ 1 മാസം കൂടിയേ ഉള്ളൂ. പക്ഷേ പോയാലും രുദ്രൻ എങ്ങനെ പ്രതികരിക്കുമെന്നൊക്കെയാണ് അവളുടെ സങ്കോചം. സന്തോഷമാകുമോ, ദേഷ്യമാകുമോ, അതോ പിണക്കമാകുമോ എന്നൊക്കെ. നിദ്രയുടെ കൂടെ ഉണ്ടായിരുന്ന ആനയും ലയയും അവളുടെ കമ്പനിയിൽ തന്നെയാണ്. നീനിമയും അനീറ്റയും വെവ്വേറെ ജോലികളാണ്. രാത്രി നേരത്ത് അവർ വെറുതെ TV നോക്കിയിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. എടി, രുദ്രദേവിൻ്റെ ഇൻ്റർവ്യൂ വെക്ക്, പുതിയ പടം റിലീസാണ്, വമ്പൻ പടമാണെന്നാണ് കേട്ടത്, വേഗം വേഗം. ആനി പറഞ്ഞ് മുന്നിലേ ചാടിക്കയറി റിമോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞൊരു ഇൻ്റർവ്യൂ. അവരെല്ലാം രുദ്രൻ്റെ കട്ട ഫാൻസ് ഗേളാണ്. നിദ്ര മാത്രം കൂട്ടത്തിൽ നിസ്സംഗയായിരിക്കും. അവർക്കറിയില്ലല്ലോ ഈ മുതലിനെ നേരിട്ട് കാണുകയും അവർക്ക് പലർക്കും പ്രവചിക്കാൻ പോലും പറ്റാത്ത പോലുള്ള റൊമാൻറ്റിക് സീനുകൾ ആളിൻ്റെ ഒപ്പം കഴിഞ്ഞതുമായി ഒരുത്തിയാണ് ഇരിക്കുന്നതെന്ന്. അപ്പോഴേക്കും TV രുദ്രൻ്റെ മുഖം പ്രത്യക്ഷപ്പെട്ടു. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന ചോദ്യത്തിന് രുദ്രൻ മറുപടിയായി പറഞ്ഞത്, ഇത് ഞാൻ ആദ്യമായി എൻ്റെ അച്ഛന് വേണ്ടി ചെയ്യുന്നൊരു സിനിമയാണെന്നതാണ്. ഈ സിനിമയുടെ എല്ലാ വിജയവും ഞാൻ അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നിദ്രയുടെ കണ്ണുകൾ വിടർന്നു. തന്നെ പറ്റിയും വല്ലതും പറയുമോ? കുടുംബജീവിതത്തിലുണ്ടായ വിള്ളലുകളെ താങ്കൾ എങ്ങനെയാണ് തരണം ചെയ്തത്? സിനിമയാണോ ജീവിതം തകർക്കാൻ കാരണം? ആ ചോദ്യം കേട്ട് രുദ്രൻ്റെ മുഖം വല്ലാതെയായി. നിദ്രയുടെ കണ്ണുകളും നിറഞ്ഞു. ഇവരോട് ആരാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? കുടുംബജീവിതം തകർന്നെന്ന് എല്ലാം അവരാണ് തീരുമാനിക്കുന്നത്. നിദ്ര മുഖം വെട്ടിച്ചിരുന്നു കളഞ്ഞു. എൻ്റെ കുടുംബജീവിതം നിങ്ങളാണോ തകർന്നു എന്ന് തീരുമാനിക്കുന്നത്? പേഴ്സണൽ കാര്യങ്ങൾ ചോദ്യം വേണ്ടെന്ന് ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്. രുദ്രൻ പതിവ് പോലെ ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. അയ്യോ, ആ പെണ്ണ് പോയെങ്കിൽ പോട്ടെ രുദ്ര, നിനക്ക് ഞാനില്ല എൻ്റെ പൊന്നെ. ആനി 2 കൈയിലെയും വിരലുകൾ കൂട്ടിപ്പിടിച്ച് അവനെ വാരി ഉമ്മ വയ്ക്കുന്നത് പോലെ കാണിച്ചപ്പോൾ നിദ്രയ്ക്ക് ദേഷ്യം വന്നു. നീ ഒന്ന് ചുമ്മാതിരിക്കുക ആനി, അയാൾക്ക് ഭാര്യയും കുടുംബമൊക്കെ ഉള്ളതാ, വെറുതെ ഓരോന്ന് കാണിക്കാതെ. നിദ്ര ഒച്ചിടുകയും ചെയ്തപ്പോൾ കൂട്ടുകാരികൾ പലരും അവളെ ഞെട്ടലോടെ ഒന്ന് തിരിഞ്ഞു നോക്കി. നിദ്ര പൊതുവെ അങ്ങനെ ദേഷ്യം കാണിക്കുന്ന പ്രകൃതം അല്ലാത്തത് കൊണ്ടാണ് അവർക്ക് അത്ഭുതം. അതും ആനി വെറുതെ തമാശക്ക് അങ്ങനെ കാണിച്ചപ്പോൾ, ഓഹോ അങ്ങനെയാണോ,
എന്നിട്ട് എവിടെ അവൻ്റെ ഭാര്യ? പൊടി പോലും കാണാനില്ലല്ലോ. ഞാൻ പോയി അവനെ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാ. അല്ല പിന്നെ. ആനി പിന്നെയും ടി വിയിൽ നോക്കി അത് തന്നെ തുടർന്നപ്പോൾ നിദ്ര ദേഷ്യം വന്ന് മടിയിലിരുന്ന് ചെറിയ പില്ലോ എടുത്ത് അവൾക്ക് നേരെ എറിഞ്ഞിട്ട് ചവിട്ടി തുള്ളി മുറിയിലേക്ക് പോയി. അവരെ നോക്കാതെ ശക്തിയിൽ കതക് വലിച്ചടിച്ച് കട്ടിൽ പോയി കമിഴ്ന്ന് കിടന്നു. മുറിയിലെല്ലാവരും ഇതെന്ത് കുന്തമെന്ന മട്ടിൽ പരസ്പരം അന്തം വിട്ട് നോക്കിയിരിപ്പായി. നിദ്രയുടെ ഭാവമാറ്റം എന്തുകൊണ്ടാണെന്ന് എത്രയൊക്കെ ആലോചിച്ചിട്ടും അവർക്കാർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കൂട്ടുകാരികൾ ഏവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി അന്തം വിട്ടിരുന്നു. എന്നാലും ഇവൾക്ക് പെട്ടെന്ന് വല്ല ബാധയും കയറിയോ? നീ അയാളെ പ്രേമിക്കുന്നെന്ന് പറഞ്ഞതിന് അവൾക്കെന്താ ഇത്ര ദേഷ്യം വരാൻ മാത്രം? ലിയ ആനിയെ നോക്കി പറഞ്ഞു. ആനി തിരികെ നോക്കി കണ്ണിരുട്ടി. ഒന്ന് പോടി, എനിക്ക് അയാളോട് പ്രേമമൊന്നുമില്ല, ചെറിയ ക്രഷ്, അത്രയേ ഉള്ളൂ. ആനി എളിച്ചുകൊണ്ട് നഖം കടിച്ചു. കൂട്ടുകാരികളെ കണ്ണുറുക്കി കാണിച്ചു. നിങ്ങൾ തമാശ വിട് മക്കളെ, ആ പെണ്ണിന് ഇതെന്താണ് പറ്റിയതെന്ന് അറിയണ്ടേ? നീനിമ അപ്പോഴേക്കും സീരിയസ് ആയി എല്ലാവരോടും കുറേ നേരം ഇരുന്നു അത് തന്നെ ആലോചിക്കുകയായിരുന്നു. ഓഫീസിലുള്ള എന്തെങ്കിലും ടെൻഷൻ കാരണമായിരിക്കും. ഏയ്, അതൊന്നും ആകാൻ സാധ്യതയില്ല. ഇന്ന് ഓഫീസിൽ എല്ലാവരും നല്ല ജോലിയായിരുന്നു, അടിപൊളിയായിരുന്നു ഇന്നത്തെ ദിവസം. അനീറ്റയുടെ ചോദ്യത്തിന് ലേയാണ് മറുപടി പറഞ്ഞത്. പിന്നെന്താണ് പറ്റിയിട്ടുണ്ടാവുക? എനിക്ക് തോന്നുന്നതേ അവൾക്ക് ആ സിനിമാ നടനെ ഇഷ്ടമാണെന്നാണ്. പലപ്പോഴും രുദ്രദേവിനെ പറ്റി സംസാരിക്കുമ്പോൾ അവളുടെ മുഖം മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അയാളോട് ആരാധന ഒന്നുമല്ലെന്ന് പറയുമ്പോഴും അവൾക്കൊരു തപ്പിപ്പിടുത്തമുണ്ട്. ചിലപ്പോൾ അവൾക്ക് അയാളോട് ഇഷ്ടമായിരിക്കും. നിനക്ക് എന്താ പ്രാന്തുണ്ടോ? ഒരു സിനിമാ നടനോട് പ്രേമം തോന്നിയിട്ട് എന്താ കാര്യം? അയാൾ എവിടെ കിടക്കുന്നു, നമ്മളെവിടെ കിടക്കുന്നു, അതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത പൊട്ടിയൊന്നുമല്ല അവള്. ഇത് വേറെന്തോ കാര്യമാ. എല്ലാവരും ചേർന്ന് ചർച്ചയിലായിരുന്നു. അവരുടെ സംസാരമെല്ലാം കേട്ടാണ് നിദ്ര മുറിയിൽ കിടന്നിരുന്നത്. ഇനി തിരികെ പോകാൻ കഷ്ടിച്ചൊരു മാസം മാത്രം. ഇതുവരെ എല്ലാവരോടും പഴയതെല്ലാം മറച്ചു വെച്ചു. ജീവിതത്തോട് അത്രയും അടുത്ത് കിടക്കുന്ന സൗഹൃദങ്ങളാണ്. ഈ അവസാന നിമിഷത്തിൽ സത്യങ്ങൾ അവരോട് വെളിപ്പെടുത്തി കഴിഞ്ഞ അവർ തന്നെ ഉപേക്ഷിച്ചു പോകുമോ എന്നൊരു ഭയം നിദ്രയിലുണ്ടായി. എങ്കിലും അവൾക്കത് അവരോട് പറയണമെന്നുണ്ടായിരുന്നു. നിദ്രമെല്ലെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. അവളെ കണ്ടതോടെ എല്ലാവരും നിശബ്ദരായി. ഇനി ആരും ഇരുന്ന് തലപുകയ്ക്കേണ്ട, ഞാൻ തന്നെ പറയാം എന്താ കാര്യമെന്ന്. കൗച്ചിലിരുന്നിട്ട് നേരത്തെ ആനിയെ എടുത്തെറിയാൻ ഉപയോഗിച്ച പില്ലോ എടുത്ത് മടിയിലേക്ക് വെച്ചുകൊണ്ട് നിദ്ര എല്ലാവരെയും നോക്കി. ഓരോ മുഖങ്ങളിലും അറിയാനുള്ള ആകാംക്ഷ കൂടിക്കൂടി വരികയായിരുന്നു. ഞാൻ രുദ്രൻ്റെ ഭാര്യയാണ്. എന്നെയാണ് അയാൾ കല്യാണം കഴിച്ചത്. നിദ്ര പറയുന്നത് കേട്ട് ആദ്യം എല്ലാവരും ഒന്ന് ഞെട്ടലോടെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. പിന്നീട് അവരെല്ലാവരും ചേർന്ന് അവളെ കളിയാക്കുന്നത് പോലെ പൊട്ടിച്ചിരിയായിരുന്നു. നിദ്രയാകെ വല്ലാതെയായി. അവൾക്ക് ആദ്യമേ സംശയമുണ്ടായിരുന്നു, താൻ പറഞ്ഞാലും ഇവരാരും വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന കാര്യം. എടി, അങ്ങേരുടെ ഭാര്യയാകാൻ എല്ലാവർക്കും ഒരാഗ്രഹമൊക്കെ കാണും എന്ന് വെച്ച് ഇങ്ങനെയൊക്കെ പറയണോ? നീ എന്താ അയാളെ കെട്ടുന്നത് വല്ല സ്വപ്നവും കണ്ടോ? പൊട്ടിച്ചിരിച്ചുകൊണ്ട് അനീറ്റയാണത് പറഞ്ഞത്. അവൾക്ക് നിദ്രയുടെ സംസാരം കേട്ട് ചിരിയടക്കാനാകുന്നുണ്ടായിരുന്നില്ല. നിദ്രയാകെ ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്തു. എടി അനു, അവളെ അങ്ങനെ കളിയാക്കാതെ. ഞാനും ഇടയ്ക്ക് അങ്ങേരെ കെട്ടുന്നതും സ്വപ്നം കണ്ട് 5-6 പിള്ളേരൊക്കെയായി ഞങ്ങൾ സുഖമായി ജീവിക്കുന്നതും കാണാറുണ്ട്. പുട്ടിന് പീരെന്നതുപോലെ നിദ്രയെ കളിയാക്കാനായി അമർത്തി ചിരിച്ചുകൊണ്ട് ആനി പറഞ്ഞു. അത് കേട്ടതോടെ എല്ലാവരും കൂട്ടച്ചിരിയായി. നിദ്രയ്ക്കാണെങ്കിൽ ആകെ വിറഞ്ഞു കയറുന്നുണ്ടായിരുന്നു. നിദ്ര തൻ്റെ ഫോണിൽ ആരും കാണാതെ ലോക്കിട്ട് വെച്ചിരുന്ന പ്രൈവറ്റ് ഫോൾഡറിൽ നിന്നും അവരുടെ വിവാഹ ഫോട്ടോ എടുത്ത് അവർക്ക് നേരെ നീട്ടി. അതിലേക്ക് കണ്ണു തട്ട 4 പേരും അവളെയും ഫോട്ടോയും തുറിച്ചു നോക്കുകയായിരുന്നു. ആനിയാണെങ്കിൽ ഒറ്റ നിമിഷത്തിൽ ആ ഫോൺ തട്ടിപ്പറിച്ചെടുത്ത് ആ ഫോട്ടോ സൂം ചെയ്തു. അതിലെ പെണ്ണിൻ്റെയും നിദ്രയുടെ മുഖത്തെയും ഛായ തട്ടിച്ചു നോക്കി. എൻ്റെ കർത്താവേ, എൻ്റെ രുദ്രേട്ടൻ! വാഴ വെട്ടിയിട്ടതുപോലെ ഒരൊറ്റ വീഴ്ചയായിരുന്നു ആനി. അയ്യോ ആനി! നിദ്ര പരിഭ്രമിച്ചു പോയി. എല്ലാവരും പിന്നെ വെള്ളമെടുത്തുകൊണ്ട് വരലും അവളുടെ മുഖത്ത് തളിക്കലുമൊക്കെയായി. ഒരു വിധത്തിൽ ആനിയെ എഴുന്നേൽപ്പിച്ചിരുത്തി. ആനി എഴുന്നേറ്റതും ഒരൊറ്റ ചാട്ടമായിരുന്നു നിദ്രയുടെ നേർക്ക്. നിദ്ര പിന്നാക്കം മറിഞ്ഞ് കൗച്ചിലേക്ക് വീണുപോയി. സത്യം പറയടി, ഇത് നീ എഡിറ്റ് ചെയ്ത ഫോട്ടോയല്ലേ? ഞാനിത് വിശ്വസിക്കില്ല. ചാടി വന്ന് വീണ് കിടക്കുന്ന നിദ്രയുടെ കൊരവള്ളിക്ക് കയറി പിടിച്ചുകൊണ്ട് ആനി ചോദിക്കുകയാണ്. നിദ്ര തലയിൽ കൈവച്ചു പോയി. എല്ലാവരുടെയും മനസ്സിൽ അതുതന്നെയായിരുന്നു. പക്ഷേ നിദ്ര അങ്ങനെ ഇങ്ങനെയൊന്നും കള്ളം പറയില്ലെന്ന് അവർക്കറിയാം. എൻ്റെ പൊന്നു പിള്ളേരെ, സത്യമാ ഞാൻ ഈ പറയുന്നത്. എൻ്റെ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാറുള്ള ഗായത്രി ദേവിയും മഹാദേവനുമില്ലേ, അവർ സത്യത്തിൽ എൻ്റെ ഇൻലോസാണ്. അവർ രുദ്രൻ്റെ അച്ഛനും അമ്മയുമാ.
നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നിദ്ര പറഞ്ഞു. അപ്പോഴേക്കും ലയ അവൾക്ക് പറഞ്ഞ ഡീറ്റെയിൽസ് വെച്ച് ഗൂഗിളിൽ തപ്പി നോക്കിയപ്പോൾ അത് സത്യമാണെന്ന് കണ്ടു. അയ്യോയ്യോ, എൻ്റെ കർത്താവേ, എൻ്റെ ഭാവി കെട്ടിയോനെ ഇവള് മയക്കിയെടുത്തേ. ആനി നെഞ്ചിൽ തള്ളി അലച്ച് കരയാൻ തുടങ്ങി. അവൾക്കപ്പോഴും തമാശയാണെങ്കിലും ബാക്കിയുള്ളവർ സീരിയസ് മോഡിലേക്ക് ട്രാൻസ്ഫോം ചെയ്തിരുന്നു. ലയ വന്ന് ആനിയുടെ വാപ്പൊത്തി പിടിച്ചു. അവളെ നിശബ്ദയാക്കാൻ നോക്കുന്നുണ്ട്. മറ്റുള്ളവർ കുറ്റവാളിയെ പോലെ നിദ്രയെ തന്നെ നോക്കിയിരുന്നു. നിദ്ര പെട്ടെന്ന് മുഖം താഴ്ത്തി. ഇരിക്കുന്നു കണ്ടില്ലേ, ഒരു പഞ്ചഭാവം. ഇത്രയും വലിയൊരു രഹസ്യം നിനക്ക് ഞങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ എങ്ങനെ കഴിഞ്ഞടി? അനീറ്റ കണ്ണുകൾ കൂർപ്പിച്ച് കുറ്റപ്പെടുത്തും പോലെ നിദ്രയെ നോക്കി. ശരിയാ, അതിൻ്റെ അർത്ഥം ഇവള് നമ്മളെ വിശ്വസിക്കില്ലെന്നല്ലേ? നമ്മളെ അവൾ നേരം പോക്ക് പോലെ ആയിരിക്കും കണ്ടിട്ടുണ്ടാകുക. നല്ലൊരു ഫ്രണ്ടാണെങ്കിൽ അവൾ ഇങ്ങനെ ഇതൊക്കെ മറച്ചു വെക്കാമോ? എല്ലാവരും കലിപ്പിലാണ്. പക്ഷേ ലയയുടെ ആ വാക്ക് നിദ്രയുടെ നെഞ്ചിലാണ് കൊണ്ടത്. ഞെട്ടലോടെ നിദ്ര മുഖം ഉയർത്തി നോക്കുമ്പോൾ നീരസത്തോടെ അവളെ നോക്കുകയാണ് കൂട്ടുകാരികൾ എല്ലാവരും. അങ്ങനെയൊന്നും പറയില്ല ലയെ, ഒക്കെ എൻ്റെ സാഹചര്യം കൊണ്ടാ, അല്ലാതെ മനഃപൂർവ്വമല്ല. നിദ്ര പറയാൻ ശ്രമിച്ചു. പക്ഷെ ആരും അത് വിശ്വസിക്കാൻ തക്ക അവസരത്തിൽ ആയിരുന്നില്ല. അപ്പോൾ എന്ത് സാഹചര്യം? ഇത്ര വർഷമായി നീ ആ നടൻ്റെ ഭാര്യയാണെന്ന് ഞങ്ങളോട് മറച്ചു വെച്ചിട്ടെന്നായിരുന്നു. ഞങ്ങൾ അതൊക്കെ ഇവിടെ പാടി നടക്കുമോ? ലയക്ക് അങ്ങ് ദേഷ്യം വന്നു. രുദ്രൻ എത്രയോ തവണ ഇവിടേക്ക് ഷൂട്ടിങ്ങിന് വന്നിരുന്നു. ഇവള് ഭയങ്കരി തന്നെ. എന്നിട്ട് നമ്മളെ ഒന്ന് പരിചയപ്പെടുത്തി തരാൻ പോലും മനസ്സ് കാണിച്ചോ? ഓ, ചിലപ്പോൾ നമ്മളൊക്കെ ഇനി അതിൻ്റെ പേരിൽ ഭാവിയിൽ അവളുടെ വീട്ടിൽ കയറി നിരങ്ങിയാലോ എന്നൊക്കെ കരുതിയാകും, അനീറ്റ പറഞ്ഞു. അപ്പോഴേക്കും നിദ്ര കരഞ്ഞു തുടങ്ങിയിരുന്നു. മുഖം കുനിച്ചിരുന്ന് നിദ്ര കരയുന്നത് കണ്ടിട്ടും അവരെല്ലാം അവളെ ഒറ്റപ്പെടുത്താൻ തക്കവണ്ണം വാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്നു. അവർക്ക് അത്രയും ദേഷ്യം ഉണ്ടായിരുന്നു അന്നേരം. എന്നെ പോലും എന്നോടൊന്ന് സംസാരിക്കാൻ പോലും നിൽക്കാറില്ലപ്പോൾ നിങ്ങളുടെ സൂപ്പർ സ്റ്റാർ. മുഴുവൻ പറയാൻ പോലും പറ്റാതെ നിദ്ര അപ്പോഴേക്കും പൊട്ടിക്കരഞ്ഞു പോയിരുന്നു. നിദ്ര അവർക്ക് മുന്നിലിരുന്ന് മുഖം പൊത്തി കരയുന്നത് കണ്ട് എല്ലാവർക്കും വിഷമമായി. അവരെല്ലാം അവളുടെ ചുറ്റും നിരന്നു നിന്ന് അവളെ ചേർത്ത് പിടിച്ചപ്പോൾ അവളുടെ ഏങ്ങലരികിൽ വർദ്ധിച്ചിരുന്നു ആ നിമിഷം. ഇരുളടഞ്ഞ വഴികളിൽ പിന്നിട്ട മുൻപാതകളൊക്കെയും നിദ്ര തൻ്റെ കൂട്ടുകാരികളോട് വിശദീകരിക്കുകയായിരുന്നു. പിന്നീടൊന്നും നിദ്ര മറച്ചു വയ്ക്കാൻ നിന്നില്ല. അവർ ഇന്ന് ഈ കാണുന്ന ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുള്ളായ നിദ്രയ്ക്ക് മുൻപേ ഒരു വേലക്കാരിയെ പോലെ സ്വന്തം ചെറിയമ്മയുടെ ആട്ടും തുപ്പും കൊണ്ട് ജീവിച്ചു ഒരു നിദ്രയുണ്ടായിരുന്നു. ഇന്ന് അവളുടെ അച്ഛനും അമ്മയുമായി അറിയപ്പെടുന്ന പണക്കാരായ അവരല്ല, മറിച്ച് വെറും 2.5 വയസ്സുള്ള തന്നെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ അമ്മയും അമ്മയെ ഓർത്ത് കുടിച്ചു കുടിച്ചു മരിച്ച ഒരച്ഛനും അവൾക്കുണ്ടായിരുന്നു എന്ന കാര്യം നിദ്ര പറഞ്ഞു. പരാതികൾ ഏതുമില്ലാതെ ജീവിക്കുമ്പോഴും ചതിയിൽ അകപ്പെട്ട് രുദ്രൻ്റെ ഭാര്യയാകേണ്ടി വന്നതും പിന്നീടുണ്ടായ സംഭവങ്ങളൊക്കെ നിദ്ര പറഞ്ഞു. അവരുടെ പ്രണയവും രുദ്രൻ്റെ ആരും കാണാതെയുള്ള വരവുകളും പിന്നീട് ഗായത്രി ദേവി തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതും അതിനുശേഷം രുദ്രൻ്റെ നിസ്സംഗതയുമൊക്കെ നിദ്ര പറഞ്ഞു. ഞാനൊന്നും നിങ്ങളോട് പറയാഞ്ഞത് മനഃപൂർവ്വമല്ല. ഞാനിനി തിരികെ ചെന്ന എന്നെ സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാകുമോ എന്ന് പോലും അറിയാത്ത അവസ്ഥയാണ്. അദ്ദേഹം ആ പഴയ ഇഷ്ടം മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ കൂടിയും അച്ഛനും അമ്മയും ഞങ്ങളെ ഒരുമിക്കാൻ അനുവദിക്കുമോ എന്ന് പോലും സംശയമാണ്. ഇതിൻ്റെ എല്ലാം നടുവിൽ കിടന്നുഴറുന്നത് ഞാനും. നിങ്ങൾ തന്നെ പറയുക, എല്ലാ അനിശ്ചിതാവസ്ഥയിലും ഇരിക്കുന്ന ഇത്തരമൊരു ജീവിതം നിങ്ങളോട് ഞാൻ തുറന്നു പറഞ്ഞ നിങ്ങൾ പോലും സംശയിക്കും ഞാനീ പറയുന്നത് സത്യമാണോ ഇല്ലയോ എന്നൊക്കെ. ഞങ്ങളുടെ വിവാഹ ഫോട്ടോ കാണിച്ചിട്ട് പോലും നിങ്ങൾക്കിപ്പോഴും വിശ്വാസം വന്നിട്ടില്ല. അതും എഡിറ്റിംഗ് ആണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? നിദ്ര മുഖമുയർത്തി അവരെ നോക്കി പറഞ്ഞു. എല്ലാവരുടെയും മുഖത്ത് ദയനീയതയായിരുന്നു. ടീം ലീഡറായി തങ്ങളെ ഓഫീസിൽ ലീഡ് ചെയ്യുന്ന ഒരു പെൺകുട്ടി, ഈ ഓഫീസിലെ ടാസ്കുകൾ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നവൾ, എപ്പോഴും എല്ലാവരെയും കളിപ്പിച്ച് ചിരിപ്പിച്ച് സന്തോഷത്തോടെ ഉല്ലാസത്തോടെ നടക്കുന്ന ഒരു പെൺകുട്ടി, അവൾക്ക് ഇത്രയും വലിയ വേദനകൾ മനസ്സിലുണ്ടായിരുന്നു എന്നത് അവർക്ക് വിശ്വസിക്കാനായില്ല. അവരുടെ ചിന്തയിൽ വലിയ പണക്കാരായ മാതാപിതാക്കളുടെ ഒരേ ഒരു മകൾ, ആ ഒരു സ്ഥാനം മാത്രമായിരുന്നു നിദ്രയ്ക്ക് എപ്പോഴും. അവളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്ന് പോലും അറിയാത്ത അവസ്ഥയിലായിരുന്നു അവർ. ആനി നിറഞ്ഞു വന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് അവളുടെ അരികിലേക്കിരുന്നു. കരഞ്ഞു തളർന്നിരിക്കുന്ന നിദ്രയുടെ മുഖം സ്വന്തം ഷോള് കൊണ്ട് ആനി തുടച്ചുകൊടുത്തു. നിന്നെ ഞങ്ങൾക്ക് വിശ്വാസമാണ്, ഇനിയും വെറുതെ കരയരുത്, എനിക്ക് വിഷമമാകും. ആനി അവളുടെ തോളിലേക്ക് ചാഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് മതിയായിരുന്നു നിദ്രയുടെ മനസ്സ് നിറയാൻ. അതോടുകൂടി മറ്റുള്ളവരും കൂടി വന്ന് അവരെ ഒരുമിച്ച് കെട്ടിപ്പുണർന്നു. എന്നാലും രുദ്രൻ, അവൻ നിന്റെ ഭർത്താവാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും വയ്യ. നീയപ്പോൾ ഒരു ചെറിയ സെലിബ്രിറ്റി ആയിരുന്നല്ലേ? ലയ അത്ഭുതത്തോടെ നിദ്രയെ നോക്കി.
നിദ്ര പഴയതെല്ലാം ഓർത്തെടുത്തുകൊണ്ട് നനുത്തൊരു ചിരി ചിരിച്ചു. പിന്നെ ഞാനൊരു സെലിബ്രിറ്റിയാണ്. അനാശ്വാസം എന്ന് പറഞ്ഞ സിനിമാ നടൻ്റെ കൂടെ ഹോട്ടൽ പിടിക്കപ്പെട്ട ഒരു സെലിബ്രിറ്റി. അതൊരു ചെറിയ കാര്യമാണോ? നിദ്ര തമാശ പോലെയാണത് പറഞ്ഞതെങ്കിലും മറ്റുള്ളവരുടെ മനസ്സിൽ അവളുടെ ആ പറച്ചിൽ നോവുണർത്തി. ഇനി പഴയതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട നീ. ഇപ്പോഴത്തെ അവസ്ഥ നോക്ക്. പഴയതിനേക്കാൾ മെച്ചപ്പെട്ടില്ലേ? സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു അവസരമുണ്ടായില്ലേ? ആ സത്യഭാമയുടെ വീട്ടിൽ തന്നെ ആയിരുന്നെങ്കിലോ? അങ്ങനെയായിരുന്നെങ്കിൽ ഈ ജന്മം മുഴുവൻ നീ അവിടുത്തെ അടുക്കളക്കാരിയായി ജീവിച്ചു തീർത്തേനെ. അങ്ങനെ ഒരു അനാശ്വാസമെങ്കിൽ അനാശ്വാസം. അത് നടന്നതുകൊണ്ട് ഇതുപോലൊരു അവസ്ഥയിൽ എത്തിച്ചേർന്നു. അതിന് സത്യത്തിൽ സാറയോടാണ് നന്ദി പറയേണ്ടതല്ലേ? അവളുടെ ചുമലിൽ ചെറുതായി അടിച്ചുകൊണ്ട് അനീറ്റ അവളെ ശാസിച്ചു. കൂട്ടുകാരികളെല്ലാം അനീറ്റയുടെ മറുപടിയിൽ അനുയോജിച്ചിരുന്നു. അവൾ ആ പറഞ്ഞത് സത്യമാണെന്ന് നിദ്രയും ഓർക്കായികയില്ല. എങ്കിലും രുദ്രനെ കുറിച്ച് ഓർത്തപ്പോൾ അവളുടെ മുഖം മങ്ങി. വർഷങ്ങൾ നീണ്ടു നിന്നൊരു പിണക്കം ആ മനസ്സിന് മാറുമോ? പിന്നെ നിന്റെ സിനിമാ നടനെ, അവൻ നിന്നെ കുറേയായി വിഷമിപ്പിക്കുന്നു. അവനിട്ട് തിരികെ നല്ലൊരു പണി കൊടുക്കണം. നിന്റെ വില അവന് മനസ്സിലാക്കി കൊടുക്കണം. അതിനുള്ള പ്ലാനൊക്കെ എൻ്റെ കയ്യിലുണ്ട്. നീനിമ കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അതിശയത്തോടെ നിദ്ര അവളെ നോക്കി. ദേവേട്ടൻ എന്നെ മറന്നു കാണും. ഒരു പ്രതീക്ഷയും ഇല്ലാത്തതുപോലെയാണ് നിദ്ര അത് പറഞ്ഞത്. നിന്നെ എങ്ങാനും അവൻ മറന്നു കളഞ്ഞ അവൻ്റെ ചെവി പിടിച്ച് തിരിച്ച് ഞാൻ പൊന്നാക്കും. ആനിയാണത് പറഞ്ഞത്. നിദ്രയ്ക്ക് ചിരി വന്നുപോയി. ഉവ്വ് നീ അങ്ങ് ചെന്നാലും മതി ചെവി പിടിച്ച് തിരിക്കാൻ. ദേവേട്ടൻ ഒറ്റ വിരൽ നിന്നെ തൂക്കിയെടുത്ത് വെളിയിൽ കളയും. നിദ്ര സീൻ മനസ്സിലാലോചിച്ചുകൊണ്ട് അമർത്തി ചിരിയോടെ പറഞ്ഞു. അമ്പടി, ചെറുക്കനെ പറഞ്ഞപ്പോൾ അവൾക്ക് പിടിച്ചില്ല. നിന്നെ ഉണ്ടല്ലോ. അവളെ കിളിയിട്ടുകൊണ്ട് കൂട്ടുകാരികളെല്ലാം നിദ്രയുടെ മേലെ മറിഞ്ഞു. പിന്നീട് അവിടെ ഒരു കൂട്ടച്ചിരിയായിരുന്നു. കുറേ നേരം കഴിഞ്ഞിട്ടാണ് നിദ്രയ്ക്ക് ശ്വാസം പോലും കിട്ടിയത്. അവൾ പഴയതുപോലെ സന്തോഷത്തിലായെന്ന് മനസ്സിലായതോടെ അവർക്കെല്ലാവർക്കും ഒരേപോലെ സംതൃപ്തിയായി. അടുത്ത മാസമല്ലേ നീ നാട്ടിലേക്ക് പോകാനിരുന്നത്? നമുക്കൊരു കാര്യം ചെയ്യാം. വേഗം തന്നെ ഓഫീസിൽ ലീവ് അപ്ലൈ ചെയ്യണം. എന്നിട്ട് ഒരാഴ്ചക്കുള്ളിൽ നാട്ടിലേക്ക് തിരിക്കുന്നു. നാട്ടിൽ ആരോടും പറയുന്നില്ല. നിന്റെ ദേവേട്ടൻ്റെ കണ്ണ് തള്ളണം. ഒരു സർപ്രൈസ് വിസിറ്റ്. ആനി കണ്ണി ചിമ്മി കാണിച്ചു. നിദ്ര വാ പൊളിച്ചിരുന്നു പോയി. അയ്യോ, അതൊന്നും നടക്കില്ല കേട്ടോ. ഇപ്പോഴുള്ള വർക്കൊക്കെ ആർക്കെങ്കിലും ഹാൻഡ് ഓവർ ചെയ്തിട്ട് വേണം പോകാൻ. അങ്ങനെ പെട്ടെന്നൊന്നും ലീവ് കിട്ടില്ല. നിദ്ര കൈമലർത്തി കാണിച്ചു. അതൊക്കെ അങ്ങ് നടന്നോളും. നീ നിന്റെ ചെറിയമ്മ വഴിയായി പോയി എന്നെങ്ങാനും പറയേ. ലയ അവളെ പ്രോത്സാഹിപ്പിച്ചു. നിദ്ര അവളെ കണ്ണുരുട്ടി കാണിച്ചു. ദൈവദോഷം പറയാതെടി, അവരിപ്പോൾ മര്യാദയായി ജീവിക്കുകയാണ്. ഓ പിന്നെ, എനിക്കത്ര വിശ്വാസമായിട്ടില്ല. ഈ പട്ടിയുടെ വാലൊക്കെ കണ്ടിട്ടില്ലേ? എന്തോരം കുഴലിലിട്ടിട്ടുണ്ടാവും. അതൊന്നും നേരെയാകാൻ പോകുന്നില്ലെന്നേ. ലയ അതിന് പുല്ലുവിലയാണ് കൊടുത്തത്. നിത അതത്ര കാര്യമാക്കി എടുത്തില്ല. പിന്നീട് കൂട്ടുകാരികളുടെ നിർബന്ധമെല്ലാം സഹിക്കവയ്യാതെ നിദ്ര ഓഫീസിൽ ചെന്ന് ലീവിന് അപ്ലൈ ചെയ്തു. ഒരു എമർജൻസി ലീവ് ഇട്ടപ്പോൾ അധികം താമസിയാതെ ലീവ് അവൾക്ക് അവന് അനുവദിച്ചു കിട്ടി. ലയയും ആനിയും അനീറ്റയും നീനിമയും എല്ലാവരും ഒന്നിച്ചു ചേർന്നാണ് നിദ്രയുടെ വീട്ടിലേക്ക് പോകാനിരുന്നത്. അവിടുന്ന് അങ്ങോട്ട് വലിയ ഷോപ്പിങ്ങുകളും പെട്ടി പാക്കിങ്ങും ഒക്കെയായി സമയം പോയതറിഞ്ഞില്ല. എയർപോർട്ടിലേക്ക് പോകുമ്പോൾ അകാരണമായി നിദ്രയുടെ നെഞ്ചുമിടിക്കുന്നുണ്ടായിരുന്നു. ഗായത്രി ദേവിയോട് പോലും പറയാതെയാണ് ഈ പോക്ക്. അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞത് രാത്രിയും ഷിഫ്റ്റ് ഉണ്ടെന്ന്. അവരത് വിശ്വസിക്കുകയും ചെയ്തു. ചെക്കിങ്ങും ബോർഡിങ്ങും ഒക്കെ കഴിഞ്ഞ് നിദ്ര എക്കണോമിക് സീറ്റിൽ ആനയുടെ ഒപ്പം ഫ്ലൈറ്റിലിരുന്നു. വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് ദേവേട്ടൻ വീട്ടിൽ തന്നെയുണ്ട് എന്ന് അവൾക്കറിയാം. തന്നെ കാണുമ്പോഴുള്ള ആദ്യത്തെ പ്രതികരണം എന്തായിരിക്കും? പക്ഷേ താൻ ഇങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നെല്ലാം മനസ്സിൽ അഭിനയിച്ചു നോക്കുകയാണ് നിദ്ര. കാരണം അതിനുവേണ്ട ട്രെയിനിങ് എല്ലാം കൂട്ടുകാരികൾ കൊടുത്തിട്ടാണ് പോകുന്നത്. അതിൽ അനുവിട തെറ്റിയാൽ എല്ലാവരും ചേർന്ന് തന്നെ പഞ്ഞിക്കിടുമെന്നും അവൾക്കറിയാം. നിദ്ര കണ്ണടച്ച് ദീർഘനിശ്വാസം എടുത്ത് എല്ലാം ഒരിക്കൽ കൂടി മനസ്സിൽ റിഹേഴ്സൽ ചെയ്തു.